അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലെ ഓരോ നിമിഷങ്ങൾ കൂടുമ്പോഴും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ അഗ്നിശമന സേനാംഗങ്ങൾ. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തത് അമിത ഉപഭോഗം ഭൂഗർഭ ജലവിധാനത്തെ ബാധിക്കുമെന്ന ഭരണകൂടത്തിന്റെ ആശങ്കയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. തീപിടുത്തമുണ്ടായ പല പ്രദേശങ്ങളിലെ വാട്ടർ ഹൈഡ്രേറ്റുകളിൽ വെള്ളം തീരുകയുണ്ടായി. ഇതിനെ തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രാദേശിക ഭരണകൂടങ്ങൾ. പ്രദേശത്ത് പടർന്നു പിടിച്ച തീ അണയ്ക്കാൻ ആവശ്യമായ വെള്ളമില്ലാത്തത് ഗുരുതര പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ലോസ് ഏഞ്ചൽസ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. മാത്രമല്ല, നിലനിൽക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലോസ് ഏഞ്ചൽസിൽ ഉടനീളം വീശിയടിക്കുന്ന തീവ്രമായ കാറ്റ് കാട്ടുതീയെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുകയാണ്. കുറഞ്ഞത് 16 പേർ മരിക്കുകയും 12,000-ലധികം കെട്ടിടങ്ങൾ കത്തിനശിക്കുകയും ചെയ്തതായി അധികൃതർ പ്രധാനമായും വെളിപ്പെടുത്തുകയും ചെയ്തു. ലോസ് ഏഞ്ചൽസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് വാട്ടർ ആൻഡ് പവറിന്റെ കണക്കുകൾ അനുസരിച്ച് ഓരോ 15 മണിക്കൂറിലും വെള്ളത്തിന്റെ ഉപഭോഗം 4 മടങ്ങ് വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടെത്തൽ. അതിനാൽ മേഖലയിലെ ഒരു ജലസംഭരണി അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടതും പ്രതിസന്ധി കാര്യമായി കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. ഇതിനോടകം 23,000 ഏക്കറോളമാണ് പ്രധാനമായും കത്തിനശിച്ചത്. 1000 ഏക്കറിലേക്ക് കൂടി തീ വ്യാപിക്കുകയും ഇപ്പോൾ സെലിബ്രിറ്റികൾ താമസിക്കുന്ന ബ്രെറ്റ്വുഡിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുകയുമാണ്. ഇത് തടയുവാനായി ഹെലികോപ്റ്ററിൽ വെള്ളമടിക്കൽ തുടരുന്നുണ്ട്. എന്നാൽ തീ പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന കുന്നുകളിൽ ഇവയൊന്നും കാര്യമായി ഏൽക്കുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഹോളിവുഡ് സൂപ്പർ സ്റ്റാറും മുൻ കാലിഫോർണിയ ഗവർണറുമായ അർണോൾഡ്, ഡിസ്നി ചീഫ് എക്സിക്യൂട്ടീവ് ബോബ് ഇഗർ, NBA താരം ലെബ്രോൺ ജെയിംസ് എന്നിവരുടെ വീടുകൾ ബ്രെറ്റ്വുഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയുള്ളവരോട് ഉടൻ സ്ഥലം ഒഴിയാൻ നിർദ്ദേശം നൽകിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിനിടെ അഗ്നിശമന വിഭാഗത്തിലുള്ള ബജറ്റ് വെട്ടിക്കുറച്ച നടപടിക്കെതിരെ വലിയ തോതിൽ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. കൂടാതെ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ നിസ്സഹായനായി നിൽക്കുന്ന മേയറിന്റെ വീഡിയോകൾ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണിപ്പോൾ. ഈ സാഹചര്യത്തിൽ കാട്ടുതീ ഇത്രയധികം വ്യാപിക്കാൻ ഉത്തരവാദി കാലിഫോർണിയ ഗവർണറാണെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചത്. അദ്ദേഹം പദവി ഒഴിയണമെന്ന ആവശ്യവും ട്രംപ് ഉയർത്തുകയുണ്ടായി. എന്നാൽ കെട്ടുകഥകൾ ചമച്ച് ദുരന്തത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം തിരികെ വിമർശിച്ചു. കാട്ടുതീയെ തുടർന്ന് ഓസ്കാർ നാമനിർദ്ദേശങ്ങളുടെ പ്രഖ്യാപനം നിലവിൽ നീട്ടിവെക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച തുടങ്ങിയ കാട്ടുതീ തെക്കൻ കാലിഫോർണിയ കറുത്ത പുകയിലാഴ്ത്തി കത്തിപ്പടരുകയാണിപ്പോഴും. സംസ്ഥാനം ഇപ്പോൾ മഹാദുരന്തമായി പ്രഖ്യാപിച്ച കാട്ടുതീ കെടുത്താൻ നിരവധി തടവുകാരെ ഉൾപ്പെടുത്തി സേന സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 1000 പുരുഷന്മാരും സ്ത്രീകളുമാണ് പ്രധാനമായും ഉൾപ്പെടുന്നത്. കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് ആൻഡ് റീഹാബിലിറ്റേഷന്റെ നേതൃത്വത്തിലുള്ള കാട്ടുതീക്കെതിരെ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമായും തടവുകാരും ഈ സേനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കാലിഫോർണിയയുടെ സമ്പന്നതയെ കൂടി വെല്ലുവിളിച്ചുകൊണ്ട് നിലവിൽ കാട്ടുതീ പടരുന്നതും 288 കോടി രൂപ വിലമതിക്കുന്ന ബംഗ്ലാവ് കത്തിനശിക്കുന്ന ദൃശ്യം നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതുകൂടാതെ നിരവധി വില കൂടിയ വീടുകളും കത്തിനശിക്കുകയുണ്ടായി. എന്നാൽ 10,000-ലധികം കെട്ടിടങ്ങളും അതുപോലെ 37,000 ഏക്കർ സ്ഥലവും ഈ ദുരന്തത്തിൽ മുഴുവനായി കത്തിനശിച്ചു. ഈ കാട്ടുതീയിൽ 11 പേർ മരിച്ചതായിട്ടും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്.